ഹലോ, അസ്സാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നല്ല മഴയാണ്. 2 ദിവസം മഴ തോർന്നപ്പോഴത്തേക്കും വിചാരിച്ചു ഇനിയിപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന്. പക്ഷേ ഇല്ല കേട്ടോ. അപ്പോൾ തലേന്ന് വൈകുന്നേരം കുറച്ച് വ്ളോഗ് എടുത്തു. അതുപോലെ രാവിലത്തെ മോക്ക് ലഞ്ച് ആദ്യമായിട്ട് സ്കൂൾ തുറന്നിട്ട് ആദ്യമായിട്ട് കൊടുക്കുന്ന ലഞ്ചാണ് കേട്ടോ. അപ്പോൾ ലഞ്ച് ബോക്സൊക്കെ മേടിച്ചിട്ട് ഇതുവരെയും അത് നമ്മൾ അതിൽ നമ്മൾ കൊച്ചിന് ചോറ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം സ്കൂളിൽ നിന്നാണ് ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ ഇന്നലെ എൻ്റെ പറഞ്ഞു കേട്ടോ, പക്ഷേ എനിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലേന്ന് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം കുറച്ച് പരിപാടിയാണ് കേട്ടോ. കുറച്ച് അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പിറ്റേന്ന് രാവിലെ ദോശയും അതുപോലെ കടലക്കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലയും കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കൊച്ചിന് വന്ന ഉടനെ ഒരു ബുൾസൈ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. മഞ്ഞ പൊട്ടാതെ എടുക്കുന്നത് എനിക്ക് എപ്പോഴും അങ്ങനെ പറ്റത്തൊന്നുമില്ല കേട്ടോ. ചിലപ്പോഴത്തേക്കും അങ്ങ് പൊട്ടിപ്പോയാൽ പിന്നെ അത് കഴിക്കാനായിട്ട് ഇച്ചിരി പാടായിരിക്കും അതിന്. അപ്പോൾ എൻ്റെ പറയും, അമ്മച്ചി അത് മഞ്ഞ പൊട്ടാതെ എനിക്ക് എടുത്ത് തരണേന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇന്നെന്തായാലും ചെയ്തപ്പോഴത്തേക്ക് ഓക്കെ ആയി കേട്ടോ. അങ്ങനെ അരിയൊക്കെ നമ്മൾ കഴുകി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരു കട്ടനൊക്കെ ഇട്ട് കുടിക്കാനായിട്ട് പോവാണ്. ഈ ടൈം നല്ല മഴയാണ് പുറത്ത് കേട്ടോ. അതുപോലെ തന്നെ ഇരുട്ടി അടച്ച് കിടക്കുകയാണ്. ആ ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ വീടിനകത്തൊന്നും അത്രയ്ക്ക് വെട്ടവും വെളിച്ചമൊന്നുമില്ല. അപ്പോൾ ഞാൻ കട്ടനും ഇട്ട് കുറച്ച് ബിസ്ക്കറ്റും കൂടെ ഒക്കെ എടുത്തിട്ട് ഞങ്ങളെല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നല്ല മഴയാണ് കേട്ടോ. കണ്ണ് തുറക്കുന്നതേ മഴയാണ്. രാത്രി ഫുള്ള് മഴയായിരുന്നു. ഇടവിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. കൊച്ചിന് ചോറ് കെട്ടിക്കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ മാവൊക്കെ ഉപ്പും സോഡയൊക്കെ ഇട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി കടലക്കറിയാണ് രാവിലെ വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതിന് മുന്നേ ഞാൻ അരി അങ്ങോട്ട് അടുപ്പിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണേ. അരി പെട്ടെന്ന് വേകുന്ന അരിയാണ് കേട്ടോ. അതുകൊണ്ട് രാവിലെ തന്നെ വെളുപ്പിനെ നമ്മൾ എണീറ്റ് വെക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് വേകും. പാത്തുവിൻ്റെ കണ്ണിൽ ചെറിയൊരു കൺകുരു പോലെ ഉണ്ട് കേട്ടോ. പണ്ട് ഞങ്ങൾക്ക് വരുന്ന സമയത്ത് ഉമ്മച്ചി കുരുമുളകിൻ്റെ ഇല ഇങ്ങനെ പറിച്ച് അടുപ്പിൻ്റെ തിട്ടയിൽ ഇങ്ങനെ കൊണ്ടുവെക്കും. അപ്പോഴത്തേക്കും അത് 7 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അതങ്ങ് തനിയെ പോകും കേട്ടോ. ഞാനും ആ ഒരു വിശ്വാസത്തിൽ കൊണ്ടുവച്ചതാണ്. കൊച്ചിൻ്റെ കണ്ണിൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് അങ്ങനെ കൺകുരുവുണ്ട്. അങ്ങനെ കൺകുരു മാറാൻ വേണ്ടി കൊണ്ടുവച്ചതാണ് ഈ കുരുമുളകിൻ്റെ ഇല. അപ്പോൾ നമ്മുടെ ജോലിയിലോട്ട് പോവാം. രാവിലെ അടുപ്പ് കത്തിച്ചപ്പം അടുക്കള മൊത്തം പുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കണ്ണ് നീറി വയ്യാണ്ടാണ് ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. നല്ല ഒരു എന്ന് വെച്ചാൽ നമ്മുടെ എറായം കണ്ടില്ലേ, മൊത്തം പുക മറഞ്ഞ് നിൽക്കുന്നത്. അത് ഈ അടുപ്പിലെ പുകയാണ് കേട്ടോ. കുറച്ച് സമയം കാണും, പിന്നെ അതങ്ങ് മാറിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ കടലക്കറി വെക്കാനായിട്ട് പോവാണ്. കടലയൊക്കെ ഒന്ന് കഴുകി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലിടാൻ വേണ്ടിയിട്ട് പിന്നെ ഉരുളക്കിഴങ്ങും ഒരു സവോളയും ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. ആദ്യം ഒരു ഉരുളക്കിഴങ്ങേ ഞാൻ എടുത്തിട്ടുള്ളൂ, ചെറുതായിരുന്നു കേട്ടോ. അപ്പം അത് പോരാഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെയൊക്കെ ഒന്ന് പൊളിച്ചൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലഞ്ചിന് കൊടുത്തു വിടാൻ വേണ്ടി കറിക്കും കൂടിയാണ് നമ്മൾ ഈ കടലക്കറി എടുക്കുന്നത്. അപ്പോൾ നല്ല കുറുകിയ കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ സവോളയും ഉരുളക്കിഴങ്ങും എല്ലാം ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടലയിലേക്ക് നമ്മുടെ കിഴങ്ങും ഉരുളക്കിഴങ്ങും ബാക്കി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള സവോളയും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ ഇട്ടിട്ട് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം കുക്കറിൽ അതിരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ ഇന്നലെ തലേന്ന് അരച്ച് വെച്ചിട്ടുള്ള മാവൊക്കെ നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ഉപ്പും സോഡയൊക്കെ ഇട്ടിട്ട് ഒന്ന് കലക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെയൊക്കെ ഒന്ന് ഉടനത്തി എടുക്കണം, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടില്ല മുളക് പൊടി, 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? 1 ടീസ്പൂൺ നിറച്ച് വേണ്ട, നമുക്ക് ഒരു 3/4 മതി കേട്ടോ. 3/4 ടീസ്പൂൺ മുളക് പൊടിയുടെ എരിക്കനുസരിച്ചിട്ട് 3/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയും കൂടെയൊക്കെ ഒന്ന് ചൂടാക്കി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാത്തുവിൻ്റെ ലഞ്ച് ബോക്സ്. ഇതുവരെയും ഇത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. പൊട്ടിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ എടുത്ത് അങ്ങനെ നോക്കിയതിൻ്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഇതിങ്ങനെ സ്കൂളിലേക്ക് കൊടുത്തു വിട്ടിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ സ്കൂളിൽ ഇതുവരെ ലഞ്ച് കൊണ്ടുപോയില്ല, ഉച്ചയൂണ് കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഇതിവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആളിന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞത് കൊണ്ട് ഇത് ഞാൻ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്പൂണും ഒരു ഫോർക്കും ഒക്കെ ഉണ്ട് കേട്ടോ.
ഈ ഫോർക്കൊക്കെ പാത്തൂടെ എടുത്തുകൊണ്ടൊക്കെ നടന്നതാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ അത് കുത്തി തിന്നാൻ വേണ്ടിയിട്ട് കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി തിരിച്ചെടുത്ത് വെച്ചതാണ്. പിന്നെ ആ ഭാഗത്ത് ചെറിയൊരു ഗ്ലാസ് പോലൊരു സംഭവമാണ്, ഗ്ലാസ് പോലൊരു സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ലഞ്ച് ബോക്സിനകം കണ്ടില്ലേ 2 ഇതായിട്ടിരിപ്പുണ്ട്. അതിലേക്ക് ഒന്നിൽ കറിയും ഒന്നിൽ ചോറും ഒക്കെ ആയിട്ട് വെക്കാം. ഞാനിപ്പോൾ എന്തായാലും ഒന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ലഞ്ച് ബോക്സ്. അങ്ങനെ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ വെണ്ടയ്ക്ക കുറച്ച് നേരം ഞാൻ ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ടുള്ള വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇളം ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നുകൂടെ 1-2 വെള്ളം കൂടെ കഴുകി എടുത്തിട്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. നമ്മൾ മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് വെണ്ടയ്ക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഞാൻ അവിയൽ വെക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ചിലപ്പോൾ അവിയലൊക്കെ വെച്ച് കഴിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് വെണ്ടയ്ക്ക ആകുമ്പം കഴിച്ചോളൂ. വെണ്ടയ്ക്ക, കോവയ്ക്ക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാവയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ക്യാ അപ്പോൾ അതൊക്കെ ആണെങ്കിൽ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അത് എണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് പിന്നെ നമ്മൾ വെണ്ടയ്ക്കയും സവോളയും 2 പച്ചമുളകും കൂടെയൊക്കെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വഴുവഴുപ്പുണ്ടല്ലോ, എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നതാണ്. ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ അവർക്ക് അറിയത്തില്ലെങ്കിൽ ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ട് പറയുന്നതാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് എന്തിനാ എപ്പോഴും നിങ്ങൾ പറയുന്നതെന്ന്. ഇത് കണ്ടില്ലേ, ഈ ഒരു വഴുവഴുപ്പും പോകാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീര് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. ചിലപ്പം വിനാഗിരി ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് വിനാഗിരിയും ചേർക്കാറുണ്ട് കേട്ടോ. വിനാഗിരി ഒഴിച്ചാലും അതിൻ്റെ ആ ഒരു കൊഴുപ്പുണ്ടല്ലോ അതങ്ങ് മാറിയിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അങ്ങനെ നാരങ്ങ നീരൊക്കെ ഒഴിച്ച് ഒന്നും കൂടെയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതങ്ങ് അവിടെ ഇരുന്നിട്ട് ഒന്ന് മൊരിഞ്ഞ് കിട്ടട്ടെ. ആ സമയത്ത് നമ്മളെ കടലയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു, ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് ഇതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് കടല എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിനെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഒരു കുറുകൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിതിൽ തേങ്ങയൊന്നും അരച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് കുറുകിയിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. ഞാൻ കുറച്ച് കടല എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഇറച്ചിക്കറിയുടെയൊക്കെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല എന്തെങ്കിലുമൊക്കെ ഒരു നോൺ വെജിൻ്റെ മസാല ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ മുളകും മല്ലിയും മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, എന്നാലും സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുത്തു, മല്ലിയിലേക്ക് ഇട്ടു. അതിലേക്ക് കുറച്ച് വറുത്തും കൂടെ ഒഴിച്ചപ്പോഴത്തേക്കും ഉള്ളിയും സവോളയാണ് കേട്ടോ, കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഇത് വറുത്തൊഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കടലക്കറി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ മെഴുക്കുരട്ടിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി പേരിന് വേണ്ടി മാത്രമാണ് കേട്ടോ. ഇടിച്ച മുളക് ഇട്ട് കൊടുത്താൽ നമ്മൾ ഈ മെഴുക്കുരട്ടിയിൽ ഇടിച്ച മുളകുണ്ടല്ലോ, വറ്റൽമുളക് ചതച്ചത്, അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണേ. വറ്റൽമുളക് ചതച്ചത് ഇവിടെ ഇല്ല കേട്ടോ, തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്നും കൂടിയൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതും അവിടെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നെങ്കിലേ കഴിക്കാനുള്ളൊരു ടേസ്റ്റ് വരത്തുള്ളൂ. ഇപ്പുറത്തെ അടുപ്പിലോട്ട് ദോശയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. രാവിലത്തെ കാപ്പി ദോശയാണ്. പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കൊച്ചിൻ്റെ ലഞ്ച് അവിടെ തയ്യാറാണ് കേട്ടോ. മുട്ടയിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് കൊടുത്താൽ സാധാരണ കഴിക്കത്തില്ല, പക്ഷേ ഞാൻ ചോദിച്ചു ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്താൽ കഴിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു ക്യാരറ്റും ഉള്ളിയും കൂടെയൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു പച്ച അങ്ങ് വിട്ട് കിട്ടുമല്ലോ, ഒന്ന് മൊരിഞ്ഞ് കിട്ടത്തില്ലേ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് തരട്ടേന്ന് വെച്ചപ്പോൾ തന്നോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ക്യാരറ്റും ഉള്ളിയും കൂടെയൊക്കെ ഒന്ന് വഴറ്റി അതിലേക്കാണ് കേട്ടോ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ മുട്ടയും പൊരിച്ചെടുത്തു, വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയും കടലക്കറിയും ഒക്കെ റെഡിയാക്കിയിട്ട് ചോറ്റുപാത്രത്തിൽ ചോറും റെഡിയാക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ ഈ ഒഴിച്ച് പാത്രം ഉണ്ടല്ലോ, കുഞ്ഞി സാധനം, അത് കഴിഞ്ഞ പ്രാവശ്യത്തെയാണ്. അങ്ങനെ ഒരു ഉപ്പിലിട്ട നെല്ലിക്കയും കൂടെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ സ്പൂൺ ഞാനങ്ങടുത്ത് മാറ്റി, എൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ കൈവച്ച് കഴിക്കേണ്ട സാധനം കൈവച്ച് തന്നെ കഴിക്കണം, അതുകൊണ്ട് ഞാനതങ്ങടുത്ത് മാറ്റി. അപ്പോൾ ഇതിൻ്റെ പണിക്കുറ്റം തീർത്തു തരുമോയെന്ന് അറിയത്തില്ല കേട്ടോ. ഇനി വരുമ്പോൾ എങ്ങനെയാണ് ഈ ലഞ്ച് ബോക്സിൻ്റെ കോലമെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ മേടിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അതേ ഒരു കുപ്പി വെള്ളം കൂടെയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഇൻഷാ അല്ലാഹ് മറ്റു വിശേഷങ്ങളായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.